ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സാധാ ഒരു ദിവസം ചെയ്യാൻ പോകുന്ന ഒരു ഹെയർ കെയർ. വലിയ സംഭവങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ പാക്കായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു കുഞ്ഞ് ടിപ്പാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു വട്ടമാണ് കേട്ടോ ഹെയറിൽ പാക്ക് ഇടുള്ളൂ. അപ്പോൾ പാക്ക് ഇടാൻ നേരത്തെ എൻ്റെ ഹെയർ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഓയിലിങ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇടുന്ന പാക്കിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ അല്ലെങ്കിൽ തൈര് എന്തായാലും ആഡ് ചെയ്യും. ഞാൻ കുറേ വട്ടം പറഞ്ഞിട്ടുള്ള കാര്യം കേട്ടോ. അത് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കും. നമ്മളുടെ മുടിക്ക് അന്നേരം എന്താണ് ആവശ്യം അത് നമ്മൾ ആ ഇടുന്ന പാക്കിൽ ആഡ് ചെയ്യുക. അപ്പോൾ നന്നിട്ട് ഓയിലിങ് ചെയ്തതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ഇടാലും പുളിയില്ലാത്ത തൈര് ആഡ് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മുടി പിന്നെ ആ പാക്കിട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ മുടിക്ക് അത്ര ഡ്രൈനെസ് ഉണ്ടാവില്ല. അത് ഇനി പിറ്റേ ദിവസം ഞാൻ ഒന്നും ചെയ്യില്ല. കാര്യം ഒരു ഹെവി ആയിട്ടുള്ള ഒരു പാക്ക് ഇട്ട ദിവസം പിറ്റേ ദിവസം ഒന്നും ചെയ്യില്ല. കാര്യം കുറച്ച് വേണമെങ്കിൽ എണ്ണ ഒന്ന് ഇതാക്കി തൂക്കും. എണ്ണ തൂക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം മുടി നല്ല ഇതായിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിൽ സാധാരണ എല്ലാ ദിവസം പോലെ തന്നെ നന്നായിട്ടല്ല കുറച്ച് എണ്ണ എടുക്കും, സ്കാൽപ്പിൽ ഇങ്ങനെ തൂക്കും, മുടിയിലേക്കും തൂക്കും. പാക്കൊന്നും യൂസ് ചെയ്യില്ല. പിറ്റേ ദിവസം പോലെ എന്തെങ്കിലും ചിലപ്പോൾ കഞ്ഞിവെള്ളമായിരിക്കും യൂസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൽ തേങ്ങാപ്പാലായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണോ സെപ്പറേറ്റ് ചെയ്ത് ചിലപ്പോൾ മുരിങ്ങലയുടെ ജ്യൂസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, ചിലപ്പോൾ കറ്റാർവാഴയുടെ ജെല്ലും അല്ലെങ്കിൽ ആവണക്കണ്ണയും കൂടി ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതൊരു 3-5 ദിവസം ചെയ്യും. അപ്പോഴേക്കും ഒരാഴ്ച കംപ്ലീറ്റ് ആവാറും. എന്താണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അപ്പോഴേക്കും ആ വീക്കെൻഡ് ആവാറും. വീക്കെൻഡിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നന്നായിട്ട് ഇതുപോലെ തന്നെ ഹെവി ആയിട്ട് ഓയിൽ. അപ്പോഴേക്കും തലയിൽ നല്ലോണം അഴുക്കൊക്കെ ആയിട്ടുണ്ടാവും. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വരുമ്പോൾ പൊടിയും പിന്നെ വേപ്പും. അപ്പോൾ തലയിൽ അഴുക്കുണ്ടാവും. എല്ലാ ദിവസവും എണ്ണിട്ട് കഴുകും, എല്ലാ ദിവസവും കുഞ്ഞു ടിപ്പും യൂസ് ചെയ്യും. പക്ഷേ ഹെവി ആയിട്ടൊരു തലയിലൊരു ക്ലെൻസിങ് നടക്കുന്നില്ല. അപ്പോൾ അതെപ്പോഴാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു വീക്കിൻ്റെ ലാസ്റ്റ് ഒരു ദിവസം ഹെവി ആയിട്ടൊരു ഓയിൽ മസാജ്, ചിലപ്പോൾ ഹോട്ട് ഓയിലായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ സാധാ ഒരു ഓയിൽ മസാജ് മുടിയിലും സ്കാൽപ്പിലും എല്ലായിടത്തും കൊടുക്കും. അതിനുശേഷം നന്നായിട്ടൊരു പാക്കിടും. നല്ല നറിഷിങ് ആവാനായിട്ട്, മുടി നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാനൊക്കെ ആയിട്ട്, പിന്നെ അഴുക്കൊക്കെ പോകാനായിട്ട് നല്ലൊരു ഏതെങ്കിലും ഒരു പാക്ക് യൂസ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ആഴ്ചയിൽ ഇടയ്ക്ക് ഇത് കുഞ്ഞു ടിപ്പ് യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് മുടിയിൽ അഴുക്കുണ്ട്, അയ്യോ മുടിയിൽ ഇത്തിരി അഴുക്കായല്ലോ, പാക്ക് ഇടുന്നവരെ വെയിറ്റ് ചെയ്യാൻ വയ്യ, അത്യാവശ്യം അഴുക്കായി തോന്നുകയാണെങ്കിൽ ഞാൻ ഒന്നെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് തോന്നുകയാണെങ്കിൽ ഒന്നെങ്കിൽ നെല്ലിക്കാപ്പൊടി അതല്ലെങ്കിൽ പയറുപൊടി അത് കഞ്ഞിവെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതൊരു ഷാമ്പു പോലെ, നാച്ചുറൽ ഷാമ്പു പോലെ കഴുകി കളയും. അപ്പോഴാണെങ്കിൽ ഒരുപാട് എണ്ണമയൊന്നും തലേന്ന് പോവില്ല, മുടി ഡ്രൈ ആവില്ല, പക്ഷെ തലയിൽ അഴുക്ക് നന്നായിട്ട് പോയിട്ടുണ്ടാവും. അങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് യൂസ് ചെയ്യും. അതിൽ ഏതെങ്കിലും നാച്ചുറൽ ഷാമ്പു, നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും നാച്ചുറൽ ഷാമ്പു ആയിട്ട് അങ്ങനെ ഉണ്ടാക്കി യൂസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യാറ്. പാക്ക് എന്തായാലും ഇടും. ഇപ്പം ഇന്നിപ്പോൾ ഞാൻ പാക്ക് ഇടുന്നില്ല. കാര്യം ഞാൻ ഒരു 3-4 ദിവസം മുമ്പ് ഒരു 2-3 ദിവസം മുമ്പ് പാക്ക് ഇട്ടതാണ്. അപ്പോൾ ഇന്ന് പാക്ക് ഇടുന്നില്ല. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു ടിപ്പാണ് യൂസ് ചെയ്തിട്ടുണ്ടിരിക്കുന്നത്. അത് കാണിച്ചു തരാം. ഇത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ ഞാനപ്പോൾ ഓയിൽ മസാജ് ചെയ്യാണ്. അപ്പോൾ പാക്ക് ഇടാത്തതുകൊണ്ട് തന്നെ കുഞ്ഞൊരു ഓയിൽ മസാജ്, ഹെവി ആയിട്ടൊരു ഓയിൽ മസാജ് ചെയ്യുന്നില്ല. കാര്യം നമ്മൾ പാക്ക് ഒന്നിട്ട് കഴുകി കളയുന്നില്ല. അപ്പോൾ മുടി ഡ്രൈ ആവാതിരിക്കാനും മുടിക്ക് നല്ല മുടി മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കാനും ഇന്നൊരു ഹോട്ട് ഓയിലാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ഏതാണോ ആ എണ്ണ എടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണ് ആ ഹെയർ ഓയിലാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ചെയ്യുന്ന കാര്യം കുഞ്ഞൊരു കാര്യമാണ്, പക്ഷെ ഒരുപാട് യൂസ് അല്ലെങ്കിൽ ഒരുപാട് നമ്മളുടെ മുടി വളർച്ച സ്വാധീനിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ അത് നന്നായിട്ട് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാണ്. അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പ് ഫുള്ളായിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതായത് സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യുക. അതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കോട്ടണൊക്കെ വെച്ച് യൂസ് ചെയ്യാം കേട്ടോ. കോട്ടണൊക്കെ വെച്ചിട്ട് എടുത്തിട്ട് അപ്ലൈ ചെയ്യാം. ഞാനങ്ങനെയൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല കേട്ടോ. ഇതിങ്ങനെ സ്കാൽപ്പിലേക്ക് നന്നായിട്ട് തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്കാൽപ്പ് മൊത്തം ആക്കും. അതിന് ശേഷമാണ് നമ്മൾ മെയിൻ പരിപാടി മസാജിങ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആഴ്ചയിൽ ഒരിക്കൽ പാക്ക് ഇടും അങ്ങനെയൊക്കെ. പിന്നെ എല്ലാ ദിവസവും ഇടുന്നൊരു കാര്യം നമ്മളുടെ കറിവേപ്പിലയുടെ കാര്യം. കറിവേപ്പിലയും പേരയുടെ ഇലയും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം അത് എന്നും യൂസ് ചെയ്യും. പാക്ക് ഇടാത്ത ദിവസവും യൂസ് ചെയ്യും, പാക്ക് ഇടുന്ന ദിവസം അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും കേട്ടോ. അതിലൊരു മാറ്റില്ല. അത് തീരുമ്പോൾ ഉണ്ടാക്കി അതങ്ങനെ യൂസ് ചെയ്യും. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ദിവസവും നമ്മൾ മസാജിങ് ചെയ്യും കേട്ടോ. അതായത് ഇങ്ങനെ വെച്ചിട്ട്, അതായത് തല നേരെ പിടിച്ചിട്ടുള്ള മസാജിങ്ങും ചെയ്യും. അതിൽ മുടി കുനിച്ചിട്ടിട്ട് ഇൻവേർഷൻ മെത്തേഡിലും ടോട്ടൽ ഒരു 15 മിനിറ്റ് മസാജ് ചെയ്യും. അത് എല്ലാം കൂടി ചിലപ്പോൾ ഒറ്റയടിക്കായിരിക്കില്ല ചെയ്യുന്നത്. ചിലപ്പോൾ രാവിലെ ചെയ്യും, മറ്റേത് ചിലപ്പോൾ രാത്രി കുനിഞ്ഞ് നിർത്തി ഇൻവേർഷൻ മെത്തേഡിൽ ചെയ്യണം. അത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് ചിലപ്പോൾ രാത്രി. പിന്നെ കോമ്പിയുള്ളത് 2 നേരം ചെയ്യും. അപ്പോൾ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഒരു ദിവസം തന്നെ നമ്മൾ അത്യാവശ്യം മുടിക്കൊരു കെയർ കൊടുക്കുന്നുണ്ട്. പാക്ക് ഒന്നും ഇടുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഡെയിലി 2 വട്ടം കോമ്പ് ചെയ്യുന്നുണ്ട്, 2 നേരം നന്നായിട്ട് മസാജ് ചെയ്യുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയുടെ വെള്ളം ആ വെള്ളം തൂക്കുന്നുണ്ട്. പിന്നെ കുളിക്കാൻ നേരത്താണ് ചെറിയൊരു ഓയിൽ മസാജ് കൊടുക്കുന്നുണ്ട്. പിന്നെ ടിപ്പ് എന്തായാലും യൂസ് ചെയ്യുന്നുണ്ട്, ടിപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ മുടിക്ക് നല്ലൊരു കെയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അത്യാവശ്യം മുടിയുടെ പ്രശ്നങ്ങൾ മാറും. പിന്നെ താരനൊക്കെ ഉള്ളവരാണെങ്കിൽ
താരനൊക്കെ നേരത്തെ കളയുക കേട്ടോ. ഫസ്റ്റ് ഒരു താരം കളയുക, എന്നിട്ട് വേണം ഹെയർ കെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം തന്നെ നമ്മളുടെ മുടിക്ക് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ മുടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ളൊരു ഇതാവും. കാര്യം മുടിക്കൊന്ന് ആരോഗ്യത്തോടെ വളരാനുള്ളൊരു ഇതാവും. പിന്നെ നിങ്ങൾ ഫുഡും ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ചെയ്ത് വരിക. ഇതൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് പതിയെ മുടിക്ക് ഒരു ചേഞ്ച് എന്തായാലും കാണാൻ തുടങ്ങും. അപ്പം ഞാൻ എല്ലാം ഒന്ന് അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ അത്യാവശ്യം മുടിയിലൊക്കെ നന്നായിട്ട് സ്കാൽപ്പിലേക്കൊക്കെ എണ്ണ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മസാജ് ചെയ്യുകയാണ്. ഇത് ഡെയിലി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെ ഒരു 15 മിനിറ്റ് മസാജ് ചെയ്തു കേട്ടോ. നന്നായിട്ട്. ഇത് നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഒരിക്കലും ഒരു മടി വിചാരിക്കരുത് കേട്ടോ. ഡെയിലി ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ, അത് ഡെയിലി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ചേഞ്ച് അറിയാൻ പറ്റും. ഇനി ഞാൻ ഇന്ന് യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ല വലിയൊരു പാക്കൊന്നും ഇടാനുള്ള. എന്താണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ടിപ്പ് എന്ന് പറഞ്ഞാൽ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളത്തിൽ 2 സ്പൂൺ മറ്റേ ഉലുവ, ഇത് 2 സ്പൂൺ ഉലുവ ഇട്ട് കുതിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് പാക്കായിട്ടല്ല കേട്ടോ ചെയ്യണത്. ഉലുവ കണ്ടോ? അപ്പോൾ 2 സ്പൂൺ ഉലുവയാണ് കഞ്ഞിവെള്ളത്തിൽ ഇട്ടേക്കുന്നത്. ഇത്രയും കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. ഇന്നലത്തെ കഞ്ഞിവെള്ളമാണിത്, ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം. ഇതിൽ 2 സ്പൂൺ ഉലുവ ഇട്ടു. നേരെ വെളുത്തപ്പ് ഇട്ടു കേട്ടോ. ഇപ്പം അത്യാവശ്യം ഉലുവയിലെ സത്തൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, കുറച്ച് ദിവസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസേജ്. ഇതിങ്ങനെ വെച്ചിട്ടല്ല, ഇന്നീ വെള്ളം മൊത്തം എടുക്കൂലേ, അതിന് ശേഷം നാളെ മുതൽ പിന്നെയും കഞ്ഞിവെള്ളം ഒഴിക്കും. അപ്പോൾ അടുത്ത് പിന്നെ ഉലുവ ഒരു 3 ദിവസം 4 ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു വല്ലാത്തൊരു സ്മെല്ല് വരും കേട്ടോ. അപ്പോൾ നിങ്ങളത് ഇടയ്ക്ക് വെച്ചൊന്ന് നോക്കും. ഇന്നിപ്പോൾ ഈ കഞ്ഞിവെള്ളം ഞാൻ എടുത്ത് കഴിഞ്ഞിട്ട് ഈ ഉലുവ മാത്രമേ അവശേഷിക്കുള്ളൂ. അതിലേക്ക് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കഴുകി കളയും. എന്നിട്ട് പിന്നെയും കഞ്ഞിവെള്ളം ഒഴിക്കും. അങ്ങനെ ചെയ്യും. അപ്പോൾ പിറ്റേ ദിവസം സ്മെല്ലൊന്നും വരില്ല. അങ്ങനെ ഇത് ചെയ്യും. പാക്ക് ഇടുന്ന ദിവസം ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ പാക്ക് ഇടുന്ന ദിവസം യൂസ് ചെയ്യുന്ന പാക്കിലേക്ക് കുതിർന്നിരിക്കുന്നവർ വിടും. അങ്ങനെ ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ വെള്ളം എടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ്. കഞ്ഞിവെള്ളം ഉലുവയുടെ നീരും കൂടി കൂട്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി. അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോൾ എല്ലാ സ്കാൽപ്പിലേക്ക് മൊത്തം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. ബാക്കി മണമൊന്നുമില്ല. ബാത്റൂമിൽ നിന്ന് ചെയ്തോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന സ്ഥലം മൊത്തം പോകും. അപ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ. ഇത് ഇനി ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ.